കാരണം നിങ്ങളുടെ കസ്റ്റമർ സർവീസ് ആയിക്കോട്ടെ, നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അപ്പം കോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിലും വിത്തിൻ 2-3 മിനിറ്റ്സ് തിരിച്ച് വിളിക്കുന്നതുകൊണ്ട് നമ്മളെ സേഫ് സോണിൽ മാറി നിന്നാലാണല്ലോ നമുക്ക് സെൽഫായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വളരെ ഹാപ്പിയാണ്, അതുപോലെ തന്നെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ. ഹായ് വിഷ്ണുപ്രിയ, ഇപ്പം ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടാണല്ലോ വിസ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ വിസ കൈ കിട്ടിയതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, ഇപ്പം ആദ്യമായിട്ട് നമ്മളെ ഏജൻസി എങ്ങനെയാണ് അറിയുന്നത്? നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാണ് അറിഞ്ഞത്. ആരെങ്കിലും സജസ്റ്റ് ചെയ്തോ, അങ്ങനെ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞ് അങ്ങനെ അറിഞ്ഞതാണോ? അല്ല, സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ആഡ് കണ്ടു, ഞാനത് കോണ്ടാക്ട് ചെയ്തു. അപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടും നമ്മൾ ഏജൻസി തന്നെയാണല്ലോ ചൂസ് ചെയ്തത്. അപ്പം അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. അത് ഞാൻ ഇതിന് മുന്നേ ഒരു ഏജൻസി നോക്കിയിട്ടുണ്ടായിരുന്നു, ബട്ട് അത് അവർ ഭയങ്കര സ്കീമിങ് ആയിരുന്നു. ജസ്റ്റ് നമ്മളോട് നിന്ന് ക്യാഷ് വാങ്ങി, പക്ഷേ അവർ ചെയ്യേണ്ട സർവീസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ആൻഡ് അതുപോലെ ഒരു പേടിയിൽ തന്നെയാണ് ഈ ഏജൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്തതും. പക്ഷേ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ ഉള്ളതുകൊണ്ട്, ഫിസിക്കലായിട്ടൊരു ബ്രാഞ്ച് ഇവിടെ ഉള്ളതുകൊണ്ടും നമ്മൾ ജസ്റ്റ് അപ്രോച്ച് ചെയ്തു, നോക്കി. അപ്പം കസ്റ്റമർ സർവീസ് വളരെ നന്നായിരുന്നു. കൗൺസിലിംഗ് സെക്ഷനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. യെസ്, ഡെഫിനറ്റ്ലി ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം നിങ്ങളുടെ കസ്റ്റമർ സർവീസ് ആയിക്കോട്ടെ, നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അപ്പം കോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിലും വിത്തിൻ 2-3 മിനിറ്റ്സ് തിരിച്ച് വിളിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഓക്കെ, ഇപ്പം ഒരുപാട് കൺട്രീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ജോർജിയ തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്തിരുന്നത് ജർമ്മനിയിലേക്കായിരുന്നു. കാരണം അവിടെ സ്റ്റൈഫണ്ട് അടക്കമുള്ള ഒരു സ്റ്റഡി പ്രോസസ്സായിരുന്നു നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ അതിനു വേണ്ടി കുറേ തവണ ജർമ്മൻ ലാംഗ്വേജിൻ്റെ എക്സാംസ് എഴുതി, ബട്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല അത്. സോ ഞാൻ ലാംഗ്വേജ് പഠിക്കാതെ എവിടെയും കയറാൻ പറ്റുന്നൊരു കൺട്രിയാണ് നോക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ജോർജിയ കിട്ടിയത്. ഇപ്പം കൃഷ്ണപ്രിയ വിസ ഒക്കെ കയ്യിൽ കിട്ടിയതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി അല്ലേ? അതെ, വളരെ ഹാപ്പിയാണ്, അതുപോലെ തന്നെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ. കാരണം നമ്മൾ കുറേ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാഫും ഭയങ്കരമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത്, നമുക്ക് എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടും ഫീൽ ആവാതെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്ന്. സോ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. ഇപ്പം കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്ന ഷാഹിൻ അല്ലായിരുന്നു? അതെ. അവരുടെ ഭാഗത്തുനിന്ന് എങ്ങനെയായിരുന്നു? നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. കാരണം നമുക്ക് പേഴ്സണലായിട്ട് ഇത് കിട്ടാത്തതിൻ്റെ പല ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ റേസായിട്ട് പറഞ്ഞാലും ഷാന ഭയങ്കര കാമായിട്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ചെയ്ത് പറഞ്ഞിരുന്നുണ്ടായിരുന്നു. എത്ര നമ്മൾ വെറിയുടെ ചോദിച്ചാലും വളരെ കംഫർട്ടബിൾ ചെയ്ത് നമ്മളെ ഭയങ്കര കംഫർട്ടബിളായിട്ട് കാമായിട്ട് നമുക്ക് പറഞ്ഞ് എല്ലാം. ഈ വിസ കിട്ടാണ്ട് ലേറ്റായി നിൽക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് കുറച്ച് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ആ ടൈമിൽ ഇപ്പം നമ്മളിപ്പം വിസ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അപ്പം ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് ഷാഹിൻ തന്നെ ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പം എങ്ങനെയായിരുന്നു അവർ റിയാക്ട് ചെയ്തിരുന്നത്? ആള് നമ്മളിപ്പോൾ കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ കാരണം നമ്മൾ ദേഷ്യം പിടിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്താലും ആള് ഭയങ്കര കാമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് നമുക്കും തിരിച്ച് കാമായിട്ട് സംസാരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. നമുക്കൊരു റേസായിട്ട് സംസാരിക്കാൻ തോന്നൂല. അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ. ഇപ്പം ഫാമിലീൻ്റെ കൂടെ അല്ലായിരുന്നോ ഇത്രയും നാളും? അപ്പം ഫാമിലി ആയിട്ട് മാറി നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓഫ്കോഴ്സ് നമുക്ക് ഹോം സിക്നെസ് ഉണ്ടാവും, ബട്ട് നമ്മൾ ഫാമിലിയിൽ നിന്ന് വിട്ടു നിന്ന് നമ്മളെ സേഫ് സോണിൽ മാറി നിന്നാലാണല്ലോ നമുക്ക് സെൽഫായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിൽക്കാനോ അത്ര ഈസി അല്ല, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും ഞാൻ. അപ്പം ഒരുപാട് വെയിറ്റ് ചെയ്ത് ജോർജിയയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണല്ലോ. അപ്പം ഭയങ്കര കൗതുകം ഉണ്ടാവല്ലോ ഉള്ളിലല്ലേ, അവിടെ എങ്ങനെ കാണാൻ? ഇപ്പം ഒരുപാട് നാളായിട്ട് ഇവിടെ തന്നെ അല്ലായിരുന്നോ താമസം? ഇപ്പം അബ്രോഡിലേക്ക് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിൻ്റെ ഒരു കൗതുകം ഉള്ളിലുണ്ടാവുമല്ലോ അല്ലേ? അതെ അതെ. അപ്പം ഫാമിലീന്നൊക്കെ വിട്ട് ഇപ്പം കരിയറിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോവാണ്. അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.